ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിലും മഴക്കെടുതിയിലും മരണം 13ആയി, 16 പേരെ കാണാതായി. വിനീത വിജി വിവരങ്ങളുമായി. വിനീത, ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ മേഘവിസ്ഫോടനം ഉണ്ടായത്. തുടർന്ന് ആ മേഖലയിൽ മഴ അതിശക്തമായി തന്നെ തുടരുന്നുണ്ടായിരുന്നു. വലിയ നാശനഷ്ടമാണ് ഇതിനോടകം ഉത്തരാഖണ്ഡിലും ഹിമാചലിലും ഒക്കെ മഴക്കെടുതിയിൽ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ഉത്തരാഖണ്ഡിൽ 13 പേർ മരിച്ചു എന്നുള്ളതാണ് ആ കണക്കുകളുള്ളത്. ഈ മേഘവിസ്ഫോടനവും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ടാണ് ഈ മരണമുള്ളത്. ഒപ്പം തന്നെ 16 പേരെ കാണുവാനില്ല. ഇവർക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഹിമാചലിലും ഉത്തരാഖണ്ഡിലും ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും എല്ലാം വിവിധ മേഖലകളിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടെ ഈ ഉത്തരാഖണ്ഡിലെ ഈ മേഘവിസ്ഫോടനത്തിൽ മരിച്ച ഉത്തർപ്രദേശ് സ്വദേശികൾക്ക് 2 ലക്ഷം രൂപ വീതം അവരുടെ കുടുംബങ്ങൾക്ക് നൽകുമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രശ്നബാധിത മേഖലകളിൽ ഇന്നലെ ഈ മേഘവിസ്ഫോടനം ഉണ്ടായ മേഖലകളിലൊക്കെ താമസിച്ചിരുന്ന ആളുകളെയൊക്കെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. തംസ, അതോടൊപ്പം തന്നെ ചന്ദ്രഭാഗ നദികൾ ഇപ്പോഴും കര കവിഞ്ഞൊഴുകുകയാണ്. അവിടെയുള്ള ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയൊരു പശ്ചാത്തലം തന്നെയാണുള്ളത്. നിരവധി കടകളും വാഹനങ്ങളും ഒക്കെയാണ് ഇന്നലെ ഒഴുക്കിൽ പെട്ടുപോയത്. ഇപ്പോഴും ഈ മേഖലകളിൽ ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ആ മേഖലകളിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഈ പ്രശ്നബാധിത മേഖലകളിലൊക്കെ എത്തി അദ്ദേഹം ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. കേന്ദ്രവും കഴിഞ്ഞ ദിവസം എല്ലാ പിന്തുണയും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.